ഹലോ, ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വലിയ സന്തോഷ വാർത്ത നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാനാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇന്ന് കേരള PSC പോളിടെക്നിക് കോളേജുകളിലെ കമ്പ്യൂട്ടർ സയൻസ് സ്ട്രീമിലെ ലെക്ചർ പോസ്റ്റിന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റാങ്ക് ലിസ്റ്റിന്റെ മെയിൻ ലിസ്റ്റിൽ 162 പേരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ എല്ലാ കാറ്റഗറിയിലും സപ്ലിമെന്ററി ലിസ്റ്റും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഏണസ് അക്കാഡമിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സുദിനമാണ്. കാരണം ഈ മെയിൻ ലിസ്റ്റിൽ 162 പേരടങ്ങുന്ന മെയിൻ ലിസ്റ്റിൽ 38ഓളം സ്റ്റുഡൻസ് ഏണസ് അക്കാഡമിയിൽ നിന്നുമാണ്. അപ്പോൾ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അച്ചീവ്മെന്റ് ആണ്. കാരണം റാങ്ക് ലിസ്റ്റിന്റെ ഒരു മേജർ ഒരു പോർഷൻ ഏണസ് അക്കാഡമിയുടെ നിന്നുള്ള സ്റ്റുഡൻസ് ആണ്. ഒപ്പം റാങ്ക് ലിസ്റ്റിന്റെ ടോപ്പ് പൊസിഷൻസിലേക്ക് ഏണസ് അക്കാഡമിയുടെ സ്റ്റുഡൻസിന് ഇടം പിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെ റാങ്ക് ലിസ്റ്റ് വിശദവിവരങ്ങളിലേക്ക് കടക്കാം. ഫസ്റ്റ് റാങ്ക് നേടിയിരിക്കുന്ന അമൽ വിൽസൺ ആണ്. അമൽ വിൽസന്റെ കാര്യം എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. കാരണം റീസെന്റ് ആയിട്ട് നടന്ന കുറെ അധികം കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് എക്സാംസിന് അമൽ വിൽസൺ ഇതേപോലെ തന്നെ പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ റീസെന്റ് ആയിട്ട് നടന്ന പ്രോഗ്രാമർ ഇൻ കേരള PSC, കമ്പ്യൂട്ടർ പ്രോഗ്രാമർ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്, പ്രോഗ്രാമർ ഇൻ യൂണിവേഴ്സിറ്റീസ്, നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ, ഇവിടെ എല്ലായിടത്തും അമൽ വിൽസന് ഫസ്റ്റ് റാങ്ക് നേടാൻ സാധിച്ചു. ഒപ്പം എഞ്ചിനീയറിംഗ് കോളേജിലെ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 തസ്തികയിൽ 9th റാങ്കും അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ 19th റാങ്കും നേടാൻ സാധിച്ചു. റീസെന്റ് ആയിട്ട് വന്ന കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ജൂനിയർ മാനേജർ തസ്തികയിൽ അമൽ വിൽസൺ 2nd റാങ്ക് നേടുകയുണ്ടായി. അപ്പോൾ ഈ എക്സാം എല്ലാം നടന്നത് ഒരേ കാലയളവിലാണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് ഈ എക്സാം എല്ലാം അറ്റൻഡ് ചെയ്ത് അമൽ വിൽസൺ ഇതേപോലെ ടോപ്പ് റാങ്കുകളിലൊക്കെ ഇടം പിടിക്കാൻ സാധിച്ചു. ഇപ്പോൾ അമൽ വിൽസന് എല്ലാ ആശംസകളും അറിയിക്കുകയാണ്. 4th റാങ്ക് നേടിയ തുളസി ആണ്. തുളസി നമ്മുടെ കോഴ്സ് ജോയിൻ ചെയ്ത UAE നിന്നാണ്. അപ്പോൾ എല്ലാ ലൈവ് ക്ലാസ്സുകളും തുളസി അറ്റൻഡ് ചെയ്യുകയും ഒപ്പം നമ്മുടെ എല്ലാ മോക്ക് ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്ത് കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്ത ഒരാളായിരുന്നു. അപ്പം തുളസി എടുത്ത എല്ലാ എഫേർട്ടും റാങ്ക് ലിസ്റ്റിൽ പ്രത്യക്ഷമാണ്. 4th റാങ്ക് തുളസിക്ക് നേടാൻ സാധിച്ചു. ഇത്രയും പെട്ടെന്ന് തുളസിക്ക് അഡ്വൈസ് ലഭിച്ച് ജോലിയിൽ കയറാൻ സാധിക്കട്ടെ. 5th റാങ്ക് നേടിയിരിക്കുന്നത് ലിഞ്ചു ലോറൻസ് ആണ്. ലിഞ്ചു മിസ് കഴിഞ്ഞ ഒരു 1-2 വർഷക്കാലമായിട്ട് ഏണസ് അക്കാഡമിയുടെ മെന്ററായിട്ട് തുടരുകയാണ്. 9th റാങ്ക് നേടിയിരിക്കുന്ന ഷൈജു കെ നായരാണ്. അമൽ വിൽസനെ പോലെ ഷൈജുവിന്റെ കാര്യം എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. റീസെന്റ് ആയിട്ട് വന്ന ജൂനിയർ മാനേജർ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ റാങ്ക് ലിസ്റ്റിൽ ഷൈജുവിന് ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. ഇപ്പോൾ ഈ അമൽ വിൽസനും ഷൈജുവും ഒക്കെ വരുന്ന ലിസ്റ്റുകളിലെല്ലാം തന്നെ ഒരു കൺസിസ്റ്റന്റ് പെർഫോമേഴ്സ് ആണ്. 13th റാങ്ക് നേടിയിരിക്കുന്ന അശ്വിനി ശ്രീകുമാറാണ്. ഇപ്പോൾ അശ്വിനി മിസ് നമ്മുടെ ഫാക്കൽറ്റിയാണ്. 18th റാങ്ക് നേടിയിരിക്കുന്ന വിഷ്ണു ആണ്. 19th റാങ്ക് അസ്ന, 21st റാങ്ക് അഞ്ജു മോഹൻ, 22nd റാങ്ക് നേടിയിരിക്കുന്ന സൗദ PV ആണ്. 26th അഞ്ജലി, 29th നികിത, 30 അഞ്ജുരാജൻ, 31st താഹിറ മിസ് ഏണസ് അക്കാഡമിയോടൊപ്പം കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് കോഴ്സുകളിൽ മെന്ററായിട്ട് തുടരുന്നു. 32nd റാങ്ക് നേടിയിരിക്കുന്ന റിയ ആണ്. 35th റാങ്ക് നേടിയിരിക്കുന്ന സംഗീതനാണ്. സംഗീത് സാർ കഴിഞ്ഞ 2 വർഷം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. വിവിധ കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് കോഴ്സുകളിലും പല ക്ലാസ്സുകളൊക്കെ എടുത്ത് നമ്മളോടൊപ്പം സാറ് പാട്ടായിട്ടുണ്ട് പല കോഴ്സിൻ്റെയും. 38th റാങ്ക് നേടിയത് നിനീഷയാണ്. 45th റാങ്ക് നവനീത ന്യൂ ആണ്. അതേപോലെ തന്നെ 64th അതുല്യ, 69 ദിവ്യ, 73rd റാങ്ക് ശ്രീരാജി, 77 ശ്യാമിലി, 79th റിനി വിജയൻ, 88rd ദൃശ്യ, 85th സിമി ജോസഫ്, 97 അമീന, 101 ദിൽന, 103 സന്ധ്യ, 114 നീതു MS, 119 റുബിയ, 124 സിന്ധു, 128 ഗ്രീഷ്മ, 129 അമൃത, 131 സൗമി, 139 അനുഷ, 144 നീതു, 145 ഇന്ദുല സുഭാഷ്, 160 നീരജ, 151 ജെൻസി തോമസ്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ 162 പേരിൽ 38ഓളം സ്റ്റുഡൻസ് ഏണസ് അക്കാഡമിയുടെ ആയിരുന്നു. അപ്പോൾ ഇത് രണ്ടാമത്തെ ഒരു ചരിത്ര വിജയമാണെന്ന് പറയാം. കാരണം കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് തന്നെ പ്രോഗ്രാമർ തസ്തികയിൽ 30 പേരായിരുന്നു 100 പേരടങ്ങിയ മെയിൻ ലിസ്റ്റിൽ ഏണസ് അക്കാഡമിയിൽ നിന്നും റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചത്. അപ്പോൾ നിരന്തരമായിട്ടുള്ള ഇങ്ങനെയുള്ള വിജയം വീണ്ടും വീണ്ടും നമുക്ക് ആവർത്തിക്കാൻ സാധിക്കുന്നത് ഒരു നല്ലൊരു ശതമാനം ഹാർഡ് വർക്ക് ചെയ്യാൻ, ഏണസ് അക്കാഡമിയോടൊപ്പം ഹാർഡ് വർക്ക് ചെയ്യാൻ ഇത് നമ്മുടെ കോഴ്സ് തിരഞ്ഞെടുക്കുന്ന സ്റ്റുഡൻസും ഇവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും കൊടുക്കുന്ന നമ്മുടെ മെന്റേഴ്സും ഫാക്കൽറ്റീസും ആണ്. സപ്ലിമെന്ററി ലിസ്റ്റിലും കുറേ അധികം സ്റ്റുഡൻസ് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയിട്ടുണ്ട്. അപ്പോൾ റാങ്ക് ലിസ്റ്റിൽ വന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും അറിയിക്കുകയാണ്. അപ്പോൾ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ഇതൊരു പ്രചോദനമാകട്ടെ. കാരണം ഈ റാങ്ക് ലിസ്റ്റിലൊക്കെ തന്നെ തുടക്കക്കാർ കുറേ പേര് ആദ്യ PSC എക്സാമിലൊക്കെ മുന്നിലെത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ കുറേ അധികം എക്സാംസ് സ്വന്തമായിട്ട് അറ്റൻഡ് ചെയ്തിട്ട് എങ്ങും എത്താതെ ഏണസ് അക്കാഡമി തിരഞ്ഞെടുത്തവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കുറച്ച് ഗൈഡൻസും
കുറച്ച് ഓറിയന്റേഷനും അവരുടെയൊക്കെ പ്രിപ്പറേഷൻ നമ്മൾ കുറച്ചൊന്ന് അലൈൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്കൊക്കെ വലിയ പെർഫോമൻസ് ആണ് കാഴ്ചവെക്കാൻ സാധിച്ചത്. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് സ്ട്രീം റിലേറ്റഡ് കുറേ എക്സാമ്പിൾ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും പുതിയതായിട്ട് കുറേ നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. ഓഗസ്റ്റ് മാസം HSST എക്സാം നടക്കാൻ പോവാണ്. റീസെൻ്റ് ആയിട്ട് സിസ്റ്റം അനലിസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ പ്രോഗ്രാമറുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. കേരള വാട്ടർ അതോറിറ്റിയിൽ പുതുതായിട്ട് കുറേ അധികം തസ്തികകൾ കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ആയിട്ട് സൃഷ്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം പുതിയ ഒരു IT അല്ലെങ്കിൽ ഡിജിറ്റൽ AI റിലേറ്റഡ് വേൾഡിൽ ഫുള്ളി കമ്പ്യൂട്ടർ ആയിട്ടുള്ള കുറേ അധികം ഓപ്പർച്യൂണിറ്റീസ് വരാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് തസ്തികകളിലെല്ലാം തന്നെ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കെല്ലാം അവസരമുണ്ട്. തുടക്കക്കാർക്കും കുറേ അധികം എക്സാംസ് എഴുതിയിട്ടെങ്കിലും എത്താൻ സാധിക്കാത്തവർക്കും ഒക്കെ ഇനിയും കുറേ അധികം അവസരങ്ങൾ ഇതുപോലെ വരും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നന്നായിട്ട് കൊണ്ടുപോകുക. നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും തരാൻ ഞങ്ങൾ റെഡിയാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻസിന് വേണ്ടി NS അക്കാഡമി തിരഞ്ഞെടുക്കാവുന്നതാണ്. നിങ്ങളുടെ പ്രിപ്പറേഷൻസിന് ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ്.